ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോമ്പിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഗോതമ്പ് വെച്ചിട്ടുള്ള ഫാലൂദ. സാധാരണ നമ്മൾ ചെയ്യുന്ന ഗോതമ്പ് വെച്ചിട്ടുള്ള ഫാലൂദയല്ല. ഇതിലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 1-2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പിനടുത്ത് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര ഗ്ലാസ്സാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു അരക്കപ്പിനടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ബദാം ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബദാമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ മാറ്റിയിട്ടൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു തൊലിയൊക്കെ പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബദാമിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് ഇളകി വന്നോളും. അപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മുടെ ഫാലൂദയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗോതമ്പിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനെടുത്ത അളവിന് 1.5 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ നിങ്ങൾ കൂടുതൽ പേർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒട്ടും തരിതരിപ്പും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അതും മാറ്റി വെക്കാം കേട്ടോ. ഇനി ഫാലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് തന്നെ ചേർക്കണം, നെയ്യാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാൻ കുറച്ച് കാഷ്നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണം നിർബന്ധമില്ല, ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതൊന്ന് റോസ്റ്റായി കിട്ടിയപ്പോൾ കുറച്ച് റൈസൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ ഉള്ളി ഒന്നും മുപ്പിച്ചെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി മുപ്പിച്ചെടുക്കാം. പക്ഷേ ഉള്ളി മുപ്പിക്കാതെ ചെയ്യുന്നത് തന്നെയാണ് ടേസ്റ്റ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം. 2 കപ്പ് പാൽ ചേർക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 5 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബദാമൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹണി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുമല്ല പിന്നെ നമ്മൾ ആദ്യം ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ടില്ലേ, അതിൽ ഒരു 1/2 ടീസ്പൂണോളം പാൽപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിതിലൊരു ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക മാത്രം മതി, നല്ല ഫ്ലേവർ ഉണ്ടാവും. സാഫ്രോൺ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാലൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് ഗോതമ്പ് പൊടി നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ട് തന്നെ വേവണം. ഗോതമ്പ് പൊടി വെന്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഫാലൂദയ്ക്ക് നല്ല പച്ച ചൊവയുണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഗോതമ്പ് പൊടി എടുത്തതിന് പകരം നിങ്ങൾക്ക് മൈദ ചേർത്താലും മതി. ഞാൻ മൈദ വെച്ചിട്ടുള്ളത് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതുപോലെ തരി വെച്ചിട്ടുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഫാലൂദ കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കാണണം. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഗോതമ്പ് പൊടി നമുക്ക് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെടുത്ത പാലില്ലേ, അതൊന്നൊരു 1/4 ഭാഗം നമുക്കൊന്ന് വറ്റി കിട്ടണം. അപ്പോഴാണ് കറക്റ്റ് പാകമായി കിട്ടുക. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കഴിക്കുന്ന സമയത്ത് വായിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് മാറ്റാം. നല്ല ഫ്ലേവറും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ബദാമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റാണ് നമ്മൾ ബദാം ചേർത്ത് കൊടുക്കുന്നത്.
ബദാമിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെയുള്ള പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ ഇതുപോലെ മിൽക്ക് മിക്സ് ഇല്ലേ ടൈഗറിനൊക്കെ, അതിൽ ബദാമിൻ്റെ മിക്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബദാം എടുത്തിട്ട് 1-2 തുള്ളി അത് ഉറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവറും ഉണ്ടാവും, നല്ലൊരു കളറും ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പാലുത് എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. നല്ല കട്ടിയായിട്ട് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഡിസ്റ്റർബ് ഒന്നും ആവാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉള്ളി കാച്ചി ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിലൊരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എന്തായാലും ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോഴാണ് പാലുതൊക്കെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു പാലുതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കണ്ടില്ലേ, അധികം തിക്കും അല്ല അധികം ലൂസും അല്ല. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നമ്മൾ ഓഫാക്കി ഇട്ടിട്ട് കുറച്ച് തണുക്കുമ്പോൾ തന്നെ ഒന്ന് തിക്കായി കിട്ടും. ഈ ഒരു പാലുത് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്തിട്ട് സെർവ് ചെയ്യാം, അതല്ല നല്ല ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇപ്പം ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. കണ്ടില്ലേ, നല്ലൊരു കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്നട്ടും കിസ്മിസും പിന്നെ കുറച്ച് ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടി കുറച്ച് പിസ്ത കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഈ ഒരു നോമ്പിന് നമ്മൾ പാലുതൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പം എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ഇടയ്ക്ക് നമുക്ക് ടേസ്റ്റൊക്കെ മാറ്റം വരുത്തി ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണിത്. നമ്മൾ ഏകദേശം ബദാം മിൽക്കൊക്കെ ഇങ്ങനെയാണല്ലോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ബദാം മിൽക്കിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വോയിസിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു തീർത്തത്. പിന്നെ എന്തെങ്കിലും രീതിയിൽ ഡിസ്റ്റർബൻസ് ആയിരുന്നെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.